തോട്ട് ഫോർ ദ ഡേ. ഇന്നത്തെ തോട്ട് വാക്കിങ്ങിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് നടത്തം. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് എക്സസൈസാണ് വാക്കിംഗ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്. നമ്മുടെ ഹൃദയപേശികളൊക്കെ നന്നായിട്ട് ഒന്ന് ഫങ്ഷൻ ചെയ്ത് തുടങ്ങാൻ ഇത് നല്ലൊരു എക്സസൈസാണ്. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് നടന്നു കഴിഞ്ഞാൽ വെയിറ്റ് റിഡക്ഷനും, അതായത് വെയിറ്റ് കുറയ്ക്കാനും ഇത് സഹായിക്കും. പിന്നെ നമ്മുടെ മെൻ്റൽ വെൽബീയിങ് ഇമ്പ്രൂവ് ചെയ്യാൻ, അതായത് നമ്മൾ പുറത്ത് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് നടക്കലും ഇതൊക്കെ ആ അറ്റ്മോസ്ഫിയറും ഒക്കെ നമ്മുടെ മെൻ്റൽ വെൽബീയിങ്ങിന് മാറ്റം വരുത്തും. അതേപോലെ തന്നെ കുറച്ച് ഹോർമോൺസ്, ഹാപ്പിനെസ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. ആ ഹോർമോൺസ് നമ്മുടെ മെൻ്റൽ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കും. അതേപോലെ തന്നെ ഇത് ഡൈജഷനും വളരെ നല്ലതാണ്. നമ്മുടെ സ്ഥിരമായിട്ട് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ മസിലും ബോൺ സ്ട്രെങ്ത്തും ഒക്കെ ഇൻക്രീസ് ആവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ലൈഫ് സ്പാൻ കൂട്ടും. നമ്മൾ സ്ഥിരമായിട്ട് നടത്തം ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുകയും നമ്മുടെ ലൈഫ് സ്പാൻ കൂടുകയും ചെയ്യുന്നു. ഇനി ഇതേ നടക്കുന്ന രീതിയിൽ തന്നെ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടിയും എഫക്റ്റീവ് ആവും. നമ്മൾ കുറേ നടക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റേഴ്സും കൂടി നമ്മൾ കോണിപ്പടി കയറി ഇറങ്ങലും കൂടിയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ വ്യത്യാസം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാർഡിയോ വാസ്കുലർ എക്സസൈസായി മാറും. പിന്നെ മസിൽ സ്ട്രെങ്ത് കുറച്ചും കൂടി ഇൻക്രീസ് ആവുക ചെയ്യുക. നമ്മുടെ കാലിൻ്റെയും ഗ്ലൂട്ടിയൽ മസിലും ഒക്കെ നല്ല സ്ട്രോങ് ആവുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ നടക്കുന്നതിനേക്കാളും കൂടുതൽ കാലറീസ് നമുക്ക് ഈ സ്റ്റേഴ്സ് കയറുമ്പോൾ ബേൺ ആവും. അപ്പോൾ അത് കുറച്ചും കൂടി എഫക്റ്റീവാണ്. പിന്നെ ബാലൻസും കോർഡിനേഷനും, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുന്നതിനേക്കാളും ഒന്ന് സ്റ്റേഴ്സായിട്ട് നടക്കുമ്പോൾ നമ്മുടെ ബാലൻസ്, ബോഡിയുടെ ബാലൻസും കോർഡിനേഷൻ, നമ്മുടെ കോഗ്നിറ്റീവ് സ്കില്ലും ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റാമിന, നടത്തത്തിനേക്കാളും കുറച്ചും കൂടി എഫേർട്ട് കൂടിയതാണ് ഈ സ്റ്റേഴ്സിൽ കൂടെ നടക്കുമ്പോൾ. അപ്പോൾ അത് നമ്മുടെ സ്റ്റാമിനയും നല്ല വർദ്ധിപ്പിക്കും. പിന്നെ നമ്മുടെ ബോൺ സ്ട്രെങ്ത്തും ഇതിനെ വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് ഈ നമ്മളുടെ റിലീജിയസ് ആയിട്ടുള്ള സൈറ്റ്സൊക്കെ മലമുകളിൽ ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഒന്ന് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നടന്ന് കയറി ഇതായി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യും. ഇതേപോലെ തന്നെ അഡീഷണൽ ബെനിഫിറ്റായിട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നടത്തം ഒരു ശീലമാക്കൂ. എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും എക്സസൈസ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കൂ. നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ അറിയാൻ പറ്റും. താങ്ക് യു വെരി മച്ച്.